അട്ടപ്പാടി മധുവിന്റെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ടു. ഹൈക്കോടതിയുടേതാണ് നടപടി. 16-ാം പ്രതിയുടെ ശിക്ഷ ഉയർത്തണമെന്ന സർക്കാർ ആവശ്യം കോടതി അംഗീകരിച്ചു. ഹുസൈന്റെ അഭിഭാഷകൻ ടി ഷാജിത്തിന്റെ പ്രതികരണത്തിൽ. നിലവിൽ ഒന്നാം പ്രതിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് കുറ്റവിമുക്തനാക്കി. 4ഉം 11ഉം പ്രതികളെ കീഴ്ക്കോടതി വെറുതെ വിട്ടത്. ആ വെറുതെ വിട്ട നടപടി ശരിവെച്ചു ണ്ട്. അത് 12:30 അറിയാൻ പറ്റും. മറ്റു പ്രതികൾക്കെതിരെ സ്റ്റേറ്റ് നൽകിയ അപ്പീൽ അലോ ചെയ്തിട്ടുണ്ട്. അലോ എന്ന് പറഞ്ഞാൽ പാർട്ട്ലി അലോ ചെയ്തിട്ടുണ്ട്. അവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. 12:30 അറിയാം. ഡിജിറ്റൽ എവിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം പ്രതി ഒരിക്കലും സ്ഥലത്തുണ്ടായിരുന്നില്ല. അതായത് ഈ കൃത്യം ചെയ്തിട്ടില്ല. CCTV തെളിവുകൾ വെച്ചിട്ട് 8ഉം 19ഉം സാക്ഷികൾ ഈ സ്ഥലത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് 2 ഷോപ്പുകളിലായി നിൽക്കുകയായിരുന്നു എന്ന് ഡിഫൻസ് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? കേസ് ഉച്ചയ്ക്ക് 12:30 വീണ്ടും പരിഗണിക്കും. ഈ പ്രതികളുടെ ശിക്ഷ സംബന്ധിച്ച കാര്യത്തിൽ അപ്പോഴായിരിക്കും കോടതിയുടെ തീരുമാനമറിയുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ഹൈക്കോടതി ഉച്ചയ്ക്ക് 12:30 ഈ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടെയാണ് ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മറ്റു പ്രതികളുടെ കാര്യത്തിലാണ് ഇനി ശിക്ഷാവിധി ഉയർത്തണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെയും മധുവിൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യം. അതേസമയം ശിക്ഷ ഇളവ് തേടിയാണ്, അല്ലെങ്കിൽ ആ വിധിക്കെതിരെ, കീഴ്ക്കോടതി വിധിക്കെതിരെയാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഇതിനകം ഈ ഒന്നാം പ്രതിയുടെ അഭിഭാഷകൻ അറിയിച്ചത് അനുസരിച്ച് തന്നെ 16-ാം പ്രതിയുടെ ശിക്ഷ, 16-ാം പ്രതിയെ നേരത്തെ 3 മാസം തടവ് ശിക്ഷയായിരുന്നു വിധിച്ചിരുന്നത്. അതേ തുടർന്ന് ആ പ്രതി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഇനി ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയാണല്ലോ. 12:30 ഇനി കോടതി ഈ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കും അല്ലേ, മറ്റു പ്രതികളുടെ കാര്യത്തിൽ? വിഷ്ണു, ദിലീപ്, മറ്റു പ്രതികളുടെക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ പെറ്റീഷൻ അത് ഹൈക്കോടതി അലോ ചെയ്തിട്ടുണ്ട്. അതായത് ശിക്ഷ ഉയർത്തണമെന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം. പ്രതികൾക്ക് ജീവപര്യന്ത ശിക്ഷ നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിക്കുന്നു. അതിൽ ഒരു തീരുമാനം 12-ഓടുകൂടി ഉണ്ടാകും. നിലവിൽ വെറുതെ വിട്ട പ്രതി ഹുസൈൻ്റെ അഭിഭാഷകൻ പറയുന്നത് അവർക്കെതിരെയുള്ള ശിക്ഷ ഉയർത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഹുസൈനെതിരെ ഉണ്ടായിരുന്ന പ്രോസിക്യൂഷൻ കേസ് ഹുസൈൻ്റെ ചവിട്ടേറ്റ് മധു മരിച്ചു എന്നുള്ളതായിരുന്നു. പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് കോടതിയിൽ സാധിച്ചില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ ഡിഫൻസ് അഭിഭാഷകൻ, അതായത് ഹുസൈൻ്റെ അഭിഭാഷകൻ പറയുന്നത് 8-9 സാക്ഷികൾ, അതിൽ 8-ാം പ്രതി മധുവിൻ്റെ ബന്ധുവാണ്, 19-ാം പ്രതി ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. അവർ രണ്ടുപേരും മധു മരിക്കുന്ന സമയത്ത് ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നു, ഹുസൈൻ മധുവിനെ മർദ്ദിച്ചു എന്ന് തങ്ങൾ കണ്ടു എന്ന് തുടങ്ങിയ സാക്ഷിമൊഴികളാണ് അവരുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ ഈ ഡിഫൻസ് വളരെ കൃത്യമായി തന്നെ ആ സാക്ഷികളെ പൊളിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ 8ഉം 9ഉം 19ഉം പ്രതികൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് CCTV ദൃശ്യങ്ങളും മൊബൈൽ ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച കോടതിയെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട തെളിവായി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചെങ്കിലും അതിനെ തകർത്തെറിയാൻ നിലവിൽ ഡിഫൻസിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസിലെ ഒന്നാം പ്രതിയായ ഹുസൈനെ ഇപ്പോൾ എല്ലാ കേസുകളിൽ നിന്നും കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. ഹുസൈൻ്റെ അഭിഭാഷകൻ നിലവിൽ അല്പസമയം മുമ്പ് അത്തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. പക്ഷേ മറിച്ച് 2 മുതൽ 16 വരെയുള്ള പ്രതികൾ, അതിൽ 4ഉം 11ഉം പ്രതികളെ നേരത്തെ തന്നെ കോടതി വെറുതെ വിട്ടിരുന്നു. അനീഷിനെയും അബ്ദുൽ കരീമിനെയും. അത് ഹൈക്കോടതിയും ശരിവെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതികൾ, അതായത് ബാക്കി ഇനി 13 പ്രതികളാണുള്ളത്. അതിൽ 16-ാമത്തെ പ്രതിക്ക് നേരത്തെ മണ്ണാർക്കാട് കോടതി അത് 3 മാസം ശിക്ഷ ആണ് വിധിച്ചിരുന്നത്. പക്ഷേ അത് ഉയർത്തണമെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആ പെറ്റീഷൻ അടക്കം ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ 7 വർഷം കഠിന തടവ് എന്നുള്ളത് അത് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അത് ജീവപര്യന്തത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നിലവിലൊരു തിരിച്ചടി അവർ നേരിട്ടിരിക്കുന്നു. അത് ഈ കേസിലെ ഒന്നാം പ്രതിയായ ഹുസൈൻ എന്ന് പറയുന്ന ഒന്നാം പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. എല്ലാ കേസുകളിൽ നിന്ന് വെറുതെ വിട്ടിരിക്കുന്നു. ഹുസൈനെതിരെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സാക്ഷികളടക്കം ഗുരുതരമായ വീഴ്ച പ്രോസിക്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഡിഫൻസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഇനിയിപ്പോൾ അതിൻ്റെ ഉത്തരവ് പുറത്തു വരാനുണ്ട്. ആ ഉത്തരവിൽ ഒരുപക്ഷെ കൂടുതൽ പരാമർശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. 12-ഓട് കൂടിയാണ് ഈ കേസിലെ ശിക്ഷാവിധി പ്രസ്താവിക്കുക. അതായത് സർക്കാർ നൽകിയ പ്രകാരം, സർക്കാരിൻ്റെ ആവശ്യപ്രകാരം ഇനിയിപ്പോൾ ഇത് ജീവപര്യന്തത്തിലേക്ക് ഉയർത്തുമോ, അതല്ല എങ്കിൽ 7 വർഷത്തിൽ നിന്ന് എത്ര വർഷത്തിലേക്ക് ഉയർത്തും എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. നാടിനെ നടുക്കിയ ഒരു കൊലപാതകമായിരുന്നു.
2018 ഫെബ്രുവരി 22-ാം തീയതിയാണ് മധുവിനെ കാട്ടിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററോളം ഈ ആളുകൾ കൂട്ടമായി മർദ്ദിച്ചു എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അതിനുശേഷം മുക്കാലി ടൗണിലെത്തി വീണ്ടും മധുവിനെ മർദ്ദിച്ചിരുന്നു. മധു ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഈ മർദ്ദനം. മർദ്ദിച്ചു എന്ന് മാത്രമല്ല, മർദ്ദന ദൃശ്യങ്ങളും മധുവിനോടൊപ്പമുള്ള ഫോട്ടോയും ഒക്കെ ഈ ക്രിമിനലുകൾ പ്രചരിപ്പിച്ചിരുന്നു. അങ്ങേയറ്റം ഒരുപക്ഷെ കേരളത്തിന് നാണക്കേടായ ഒരു കേസാണ്. ആ കേസ് ഒരുപാട് വെല്ലുവിളികൾ കഴിഞ്ഞാണ് അതിന്റെ വിചാരണാ ഘട്ടത്തിലും അതിന്റെ അന്വേഷണ ഘട്ടത്തിലൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു. സർക്കാർ പ്രതികൾക്കൊപ്പം നിൽക്കുന്നുവെന്ന ആക്ഷേപമൊക്കെ ഉയർന്നു. അതിനുശേഷമാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പക്ഷേ മറ്റു പ്രതികളുടെ ശിക്ഷാവിധിയിൽ അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവിക്കും. ദിലീപ്, അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിലാണ് ഇപ്പോൾ 1-ാം പ്രതിയെ ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു. മറ്റു പ്രതികളുടെ കാര്യത്തിൽ നേരത്തെ വിചാരണ കോടതി 2 പ്രതികളെ വെറുതെ വിട്ടിരുന്നതാണ്. മറ്റു പ്രതികളുടെ ശിക്ഷാവിധി സംബന്ധിച്ച കാര്യത്തിൽ ഹൈക്കോടതി ഉച്ചയ്ക്ക് 12:30 വിധി പറഞ്ഞേക്കും. വിവരങ്ങൾ നൽകിയത് ഹൈക്കോടതിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ഇനി പാലക്കാട്ടേക്കാണ്. പാലക്കാട്ട് നിന്ന് ഷാരിഖ് നവാസ് ചേരുന്നു. ഷാരിഖ് നവാസ്, ഈ കേസിൽ നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടെയാണ് മധുവിൻ്റെ കുടുംബം. പക്ഷേ 1-ാം പ്രതിയെ ഇപ്പോൾ ഹൈക്കോടതി തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി വെറുതെ വിട്ടിരിക്കുകയാണ്. മറ്റു പ്രതികളുടെ കാര്യത്തിൽ 12:30 വിധി പറയാൻ പോവുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, ഷാരിഖ്? ദിലീപ് കുമാർ, 2018 ഫെബ്രുവരി 22-നാണ് രാജ്യത്ത് തന്നെ ഒന്നടങ്കം നടുക്കിയ ഒരു ആൾക്കൂട്ട കൊലപാതകമുണ്ടായത്. അതായത് ഭക്ഷണ മോഷ്ടിച്ച് എന്ന് ആരോപിച്ചാണ് അട്ടപ്പാടിയിൽ മുക്കാലിയിൽ വെച്ച് മധുവിനെ ആൾക്കൂട്ടം ഏറെ തലകുണിക്കേണ്ടി വന്ന ഒരു കേസാണ്. കാരണം അന്ന് ഏറെ വിവാദവും അതുപോലെ തന്നെ ഏറെ കോലിളക്കവും ഒക്കെ സൃഷ്ടിച്ച ഒരു കേസായിരുന്നു. അപ്പോൾ അതിൽ ഈ കേസിൻ്റെ പല നാൾ വഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പല ഘട്ടത്തിൽ ഇതിൻ്റെ അലംഭാവമുണ്ടായി. അത്തരത്തിൽ ഏറെ വൈകിയാണ് ഇതിൻ്റെ വിചാരണ പോലും ആരംഭിച്ചത്. അത്തരത്തിൽ ഏറെ വിവാദങ്ങൾ ഒരു ഘട്ടത്തിൽ വന്നിരുന്നു. സർക്കാരിനെതിരെ വിമർശനങ്ങൾ വന്നിരുന്നു. അത്തരത്തിൽ ഏറെ വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കേസ് കൂടിയാണ് അട്ടപ്പാടി മധു ആൾക്കൂട്ട മർദ്ദന കൊലപാതക കേസ്. എന്തായാലും അതെല്ലാം മറികടന്ന ശേഷമാണ് മണ്ണാർക്കാട് SC/ST കോടതി 16 പ്രതികളുള്ള കേസിൽ 13 പ്രതികളെ ശിക്ഷിച്ചത്. അതിൽ 13 പ്രതികൾക്ക് 7 വർഷത്തെ കഠിന തടവും പിഴയുമാണ് ശിക്ഷ അന്ന് വിധിച്ചിരുന്നത്. അതിൽ 4-ാം പ്രതി അനീഷ്, അതുപോലെ തന്നെ 11-ാം പ്രതി അബ്ദുൽ കരീം എന്നിവരെ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി അന്ന് കോടതി വിട്ടയക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയെല്ലാമാണ് മധുവിൻ്റെ കുടുംബം ഹർജിയുമായി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ഇപ്പോൾ ഒരു നിരാശ മാത്രം നൽകുന്ന ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കേസിലെ 1-ാം പ്രതി തന്നെ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് എല്ലാ കേസിൽ നിന്നും വിട്ടയക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ പാലക്കാട് മണ്ണാർക്കാട് അട്ടപ്പാടിയിൽ നിന്ന് ഈ എറണാകുളത്തേക്ക് എത്തിയത്. അവർക്ക് ഈ ഹൈക്കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയെല്ലാം അസ്തമിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദിലീപ് കുമാർ, ആ പ്രതീക്ഷ അസ്തമിച്ചിട്ടില്ല. 1-ാം പ്രതിയുടെ കാര്യത്തിൽ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വെറുതെ വിട്ടെങ്കിലും മറ്റു പ്രതികളുടെ ശിക്ഷയുടെ കാര്യത്തിൽ ഉച്ചയ്ക്ക് 12:30 ഹൈക്കോടതി വിധി പറയാനിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.